ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി. ഞാൻ ആര്യ. ഇന്ന് നമ്മൾ SCERT-യിലെ 4ാം ക്ലാസ് സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ LP UPക്കും K-TET-നൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് SCERT ക്ലാസ്. അതുപോലെ മറ്റു പരീക്ഷയിൽ DC, CPO, ഡിഗ്രി ലെവൽ തുടങ്ങിയൊക്കെ SCERT-ന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ 3ാം ക്ലാസ്സിലെ സയൻസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. അതുപോലെ LP UPയുടെ ഭാഷാപരം മലയാളത്തിന്റെ ക്ലാസ്സും മറ്റു പരീക്ഷകളിലെ സാഹിത്യ ക്ലാസ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പ്ലേലിസ്റ്റ് പോയി നോക്കുക. അപ്പോൾ നമുക്ക് 4ാം ക്ലാസ്സിലെ സയൻസിലേക്ക് കടക്കാം. കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ദേശീയ വൃക്ഷം, ദേശീയ മൃഗം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ദേശീയ വൃക്ഷം ഏതാണ്? അരയാലാണ്. PSC ചോദിക്കാറുള്ളതാണ്. അതുപോലെ ദേശീയ മൃഗം ഏതാ? കടുവയാണ്. ദേശീയ പക്ഷി മയില്, ദേശീയ പുഷ്പം താമര. പിന്നെ പ്രഥമ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപകടത്തിൽപ്പെട്ടയാൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ഉള്ള പരിചരണത്തെയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. മുറിവുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. മുറിവേറ്റ ഭാഗം ശുദ്ധജലം കൊണ്ട് കഴുകണം. അതിനുശേഷം മുറിവ് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് രക്തം വാർന്നു പോവാതിരിക്കാനായിട്ട് മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് അമർത്തിപ്പിടിക്കണം. മുറിവില് കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യരുത്. നീക്കം ചെയ്താൽ വീണ്ടും വീണ്ടും രക്തസ്രാവം വരും. അതുകൊണ്ട് കട്ട പിടിച്ചത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതുക. മുറിവുകൾ തുറന്നു വെക്കുന്നത് അണുബാധ ഏൽക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിവെക്കണം എന്നൊക്കെ പറയുന്നത്. ഈ വലിയ മുറിവൊക്കെ ആണെങ്കിൽ രക്തസ്രാവമൊക്കെ കൊണ്ട് തലകറക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ മുറിവൊക്കെ ഏറ്റവരെ ആണെങ്കിൽ അവരെ ഒരു സ്ഥലത്ത് ഇരുത്തുകയോ കിടത്തുകയോ ഒക്കെ ചെയ്യണം. പിന്നെ എന്താ ചെയ്യണ്ടേ? എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക. ഇനി മൂക്കിൽ നിന്ന് രക്തം വരുന്നവരെ നമ്മൾ എന്ത് പ്രഥമ ശുശ്രൂഷ കൊടുക്കണം? ആദ്യം അവരോട് മുന്നോട്ട് ചാഞ്ഞിരിക്കാൻ ആവശ്യപ്പെടുക. അതിനുശേഷം തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചിട്ട് മൂക്കിന്റെ അഗ്രഭാഗം അമർത്തിപ്പിടിക്കണം. വായുവിലൂടെ ശ്വസിക്കാനായിട്ട് നിർദ്ദേശിക്കുക. അദ്ദേഹം സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, വൈദ്യസഹായം തേടുക. ഉളുക്ക് പറ്റിയ എന്താണ്? ഉളുക്ക് എന്താണ്? സ്നായുക്കൾ പൊട്ടുകയോ വലിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഉളുക്ക് എന്ന് നമ്മൾ SCERT-യിലെ സയൻസ് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. കുസ്തികളും സന്ധികളും ഒക്കെ പഠിപ്പിച്ച ക്ലാസ്സിൽ. അപ്പോ ഉളുക്ക് പറ്റിയാല് ഉളുക്കിയ ഭാഗം അനക്കാതെ ഉയർത്തി വെക്കണം. പിന്നെ വേദന കുറയാൻ വേണ്ടിയിട്ട് ഐസ് പാക്കും വെച്ചു കൊടുക്കുക. ബോധക്ഷയം. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരന് ഗ്രൗണ്ടിൽ വെച്ചൊരു തലകറക്കം വന്നാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? തല ചുറ്റുന്നു എന്ന് അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അവനെ കിടത്തുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് തലയൊക്കെ അടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനെ അവനെ കിടത്തണം. കിടത്തിയ ശേഷം കാല് ഉയർത്തി വെക്കണം. ഇറുകിയ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് അയച്ചിടുക. പിന്നെ നമ്മൾ അവന്റെ ചുറ്റും കൂടി നിൽക്കാതെ വായു സഞ്ചാരം കൊടുത്ത് ഒരു ശുദ്ധവായു ലഭിക്കത്തക്ക രീതിയിൽ അവനെ കിടത്തുക. ഇനി പൊള്ളലേക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പൊള്ളലേറ്റ ഭാഗം നല്ല നീറ്റിലായിരിക്കും. അപ്പൊ നമ്മൾ നോർമലി എന്ത് ചെയ്യും? തണുത്ത വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകാൻ തുടങ്ങും. തണുത്ത വെള്ളം ഒഴിച്ച് ആദ്യം കഴുകുക. പിന്നെ തീവ്രമായ പൊള്ളലേറ്റ ഭാഗമാണെങ്കിൽ അവിടെ ഐസ് ഒന്നും വെക്കാൻ പാടില്ല. പിന്നെ പൊള്ളിയ ഭാഗത്ത് തുണിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് വലിച്ചു പറിക്കുകയൊന്നും ചെയ്യരുത്. കാരണം തൊലിയൊക്കെ ഇളകി ഷേപ്പ് മാറിപ്പോവും. അപ്പൊ പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണിയൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. പിന്നെ പൊള്ളലേറ്റ ഭാഗത്ത് ഔഷധം എന്ന ധാരണയിൽ എന്തെങ്കിലും സാധനങ്ങളൊന്നും പുരട്ടാൻ പാടില്ല. വസ്ത്രത്തിന് തീ പിടിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുക. പിന്നെ നിലത്ത് കിടന്ന് ഉരുളുന്നത് തീ കെടാൻ സഹായിക്കും. നമ്മൾ വല്ല വെളിയിലൊക്കെ നിൽക്കുമ്പോഴാണ് തീ പിടിക്കണമെങ്കിൽ അടുത്ത് വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ നിലത്ത് കിടന്നങ്ങ് ഉരുണ്ടേക്കുക. പിന്നെ പരിഭ്രമിച്ച് ഓടരുത്. പരിഭ്രമിച്ച് ഓടുമ്പോൾ എന്ത് പറ്റും? ആ വായു സഞ്ചാരം കൊണ്ട് കാറ്റ് വന്നിട്ട് ഉള്ള തീ ആളിക്കത്തും. അതുകൊണ്ട് ഓടൊന്നും ചെയ്യരുത്. നിലത്ത് കിടന്നങ്ങ് ഉരുണ്ടേക്കണം. പിന്നെ തീ പെട്ടെന്ന് കെടാനായിട്ട് കട്ടിയുള്ള പുതപ്പോ ചണച്ചാക്കോ കൊണ്ടുവന്ന് പൊതിയാണെങ്കിൽ പെട്ടെന്ന് വായു സഞ്ചാരം ഇല്ലാത്തത് മൂലം പെട്ടെന്ന് കെടും. അടുത്തതാണ് പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? പാമ്പ് കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക. പേടിക്കണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ പറയുക. പിന്നെ പാമ്പ് കടിച്ച അവനെ ഓടാനോ നടക്കാനോ ഒന്നും അനുവദിക്കരുത്. അവനെ അവിടെ പിടിച്ചിരുത്തുക. പിന്നെ കടിയേറ്റ ഭാഗം വൃത്തിയായി അങ്ങ് കഴുകണം. പിന്നെ കടിയേറ്റ ഭാഗം താഴ്ത്തി വെക്കാൻ ശ്രമിക്കണം. പിന്നെ വേഗം അവനെ എങ്ങോട്ട് കൊണ്ടുപോവുക? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. പിന്നെ പിള്ളേരുടെ ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത്? എന്തിനാണ്? നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? ഓപ്ഷൻ സി ആണ്. രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ തുണി കൊണ്ട് അമർത്തി കെട്ടുക എന്നൊക്കെ നമ്മൾ പഠിച്ചത്. അമർത്തി പിടിക്കാൻ പഠിച്ചത്. അതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം. കൈ പൊള്ളിയാൽ ഉടനെ എന്ത് ചെയ്യണം? ഇപ്പൊ പഠിച്ചായിരുന്നല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒഴുകുന്ന വെള്ളത്തില് തണുപ്പിക്കണം. പിന്നെ തീവ്രമായ പൊള്ളിയ ഭാഗത്ത് ഐസ് വെക്കരുത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ടൂത്ത് പേസ്റ്റിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. 3ാം ക്ലാസ്സിൽ നമ്മൾ ശത്രുക്കൾ വരുമ്പോൾ വാൽ മുറിച്ച് പല്ലി ഓടുന്ന കാര്യവും ഓന്ത് നിറം മാറുന്ന കാര്യമൊക്കെ പഠിച്ചു. അതിനെ എന്തെന്നാ പറയുന്നേ? അതിനെ നമ്മൾ അനുകൂലനങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ എന്താണ് അനുകൂലനം എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിനെയാണ് അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ
അനുകൂലനങ്ങൾ. അതായത് ജീവിക്കാനുള്ള അനുകൂലമായ സാധനങ്ങളെയാണല്ലോ അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് 4ാം ക്ലാസ്സുകാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നിർവചനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജീവനുള്ളതും അല്ലാത്തവയും കാണും. കുളത്തിന് ജീവനില്ല, പക്ഷെ ജീവികൾക്ക് വെള്ളം കുടിക്കാൻ കുളം വേണം. അപ്പൊ ആ ജീവികൾക്ക് കൂട് കൂട്ടാൻ മരം വേണം. അപ്പോ മരവും ജീവികളും കുളവും ഒക്കെ എല്ലാം ചേർന്ന് നമുക്ക് എന്ത് പറയാം? അതൊരു ആവാസ വ്യവസ്ഥയാണെന്ന് പറയാം. ജീവനുള്ളവയെ നമ്മൾ ജീവിയ ഘടകങ്ങളെന്നും ജീവനില്ലാത്തവയെ അജീവിയ ഘടകങ്ങളെന്ന് പറയും. മണ്ണ്, ജീവിക്കാൻ മണ്ണ് വേണം അല്ലെ? ചെടികൾക്കൊക്കെ ജീവിക്കാൻ മണ്ണ് വേണം. മണ്ണൊരു അജീവിയ ഘടകമാണ്. സൂര്യപ്രകാശം, സൂര്യൻ ഒരു അജീവിയ ഘടകമാണ്. ജീവനുള്ളവയൊക്കെ ജൈവിക ഘടകമാണ്. അടുത്തത് വേരിനെ പറ്റിയാണ് പഠിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചുകൊണ്ട് ഇതൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട കേട്ടോ. തായ്വേര് പടലം, നാരുവേര് പടലം. ഈ തായ് എന്ന് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്, തായ്ക്കാണ് പ്രാധാന്യം എന്നൊരു മീനിങ് കിട്ടുന്നില്ലേ? തായ്വേര് പടലം കേൾക്കുമ്പോ തന്നെ മനസ്സിലേക്ക് എന്ത് വരണം? ഒരു മെയിൻ വേര്, അതുമേന്ന് കുഞ്ഞു കുഞ്ഞു വേര്, അതാണ് തായ്വേര് പടലം. നാരുവേര് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നാരാണ്. പടത്തിൽ തന്നെ കാണാമല്ലോ നിങ്ങൾക്ക്. തായ്വേര് പടലം, ഒരു കൂട്ടം സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വണ്ണമുള്ള ഒരു വേര് കാണുന്നു. ആ വേരിൽ നിന്ന് കുറെ വേരുകൾ വളർന്നിരിക്കുന്നു. വണ്ണമുള്ള വേര് നീളം കൂടിയതാണ്. അപ്പൊ ഈ വണ്ണമുള്ള വേര് ഇങ്ങനെ വന്നിട്ട് അതുമേന്ന് കുഞ്ഞു കുഞ്ഞു വേര്, ഈ വണ്ണമുള്ള വേരിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വേരുകൾ മുളയ്ക്കുന്ന ആ ഒരു വേര് പടലമാണ് തായ്വേര് പടലം. കുട്ടികള് പറമ്പിലേക്കൊക്കെ അവരെ വിട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? പുല്ലൊക്കെ പറിച്ചിട്ട് അതിലെ വേരുകൾ നിരീക്ഷിക്കാൻ പറയും. അതിനുശേഷമാണ് ഈ കൺക്ലൂഷൻ കൊടുക്കുന്നത്. അപ്പൊ അവര് കണ്ടെത്തിയ ഒരു കൂട്ടം സസ്യങ്ങളിൽ ഒരു മെയിൻ വേര്, പിന്നെ അതുമേന്ന് കുഞ്ഞു കുഞ്ഞു വേര്, അപ്പൊ അതാണ് തായ്വേര് പടലം. പിന്നെ ചില സസ്യങ്ങൾ പൊക്കിയപ്പോഴത്തേക്കാ ആദ്യം തന്നെ കുഞ്ഞു 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 വേരാണ് കണ്ടത് അല്ലേ? അപ്പൊ മറ്റൊരു കൂട്ടം സസ്യങ്ങളിൽ എന്ത് കാണാൻ പറ്റി? ചെടിയുടെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളർന്നിട്ടുള്ള വേരുകൾ കാണാൻ പറ്റി. ആ വേരുകളുടെ പ്രത്യേകത എന്താ? എല്ലാ വേരുകളും ഒരുപോലെ ഉള്ളതാണ്. എല്ലാത്തിനും ഒരേ നീളം കണ്ടോ? ഈ പടത്തിൽ തന്നെ കാണാം. പിന്നെ വേരുകൾ പുറമെ പൊതുവെ എന്താ? കുഞ്ഞു കുഞ്ഞ് വണ്ണമില്ലാത്ത വേരുകളാണ്, നേരിയ വേരുകൾ. ഇതാണ് തായ്വേര് പടലവും നാരുവേര് പടലവും. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്നതാണ് എന്ത്? തായ്വേര് പടലം. ഇനി അടുത്തത് നാരുവേര് പടലം എന്താ? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേര് പടലത്തെയാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. ഈ നാരുവേര് പടലം നമുക്ക് എവിടെ കാണാം? തെങ്ങ് പറിച്ച് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ ഈ ചുവട്ടിൽ നിന്ന് തന്നെ കുഞ്ഞു 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 പൊറ്റകളാണ് ഇങ്ങനെ വരുന്നത്, വേരുകളാണ്. അതുപോലെ കവുങ്ങ്, അതിനും അതുപോലെയാണ്. പിന്നെ മുള, ഇതൊക്കെ എന്തിനു ഉദാഹരണമാ? നാരുവേര് പടലം. അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നാരുവേര് പടലം ഏത്, ചുവടെ കൊടുത്തിരിക്കുന്നത് തായ്വേര് പടലം ഏത് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പഠിക്കണം. ഇനി അടുത്തത്, ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ജാലികാ സിരാവിന്യാസം. സിര എന്ന് വെച്ചാൽ ഞരമ്പ്, സസ്യങ്ങളിലെ ഞരമ്പ് കണ്ടോ? അപ്പൊ ഇതിങ്ങനെ വല വല പോലെ വല 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 പോലെ ഇങ്ങനെ നെയ്തത് പോലെ കാണുന്ന ഈ ഒരു വല, പിന്നെ വലക്കണ്ണി പോലെയുള്ള സിരകളുടെ അറേഞ്ച്മെന്റിനെയാണ് ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത് ഇലകളിലെ. ഇനി രണ്ടാമത്തെ ഇല നോക്കിക്കേ, അങ്ങനെ കണ്ണികളൊന്നും അല്ല, നേരെ 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 ഇങ്ങനെ പോയേക്കാണ് സിരകൾ. അപ്പൊ ഇലകളില് സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നത്, ഇങ്ങനെ സമാന്തരമായിട്ട് സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെയാണ് ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നതിനെയാണ് സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇത് സമാന്തരമാണ്, ഇത് ജാലികയാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച തായ്വേര് പടലം, നാരുവേര് പടലം ഈ പറയുന്ന ഇലകളിലെ ഞരമ്പുകളുടെ ആ സിരകളുടെ വിന്യാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നാണ് അടുത്ത കൊടുത്തേക്കുന്നത്. തെങ്ങിൽ നോക്കിയപ്പോ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് നാരുവേര് പടലവാ. ഓല നോക്കുമ്പോഴോ, ഓലയിലെ സിരകൾ എങ്ങനെയാ? സമാന്തരമായിട്ടാണ്. തെങ്ങില് സമാന്തര സിരാവിന്യാസമാണ്. അപ്പൊ നാരുവേര് പടലം കാണിച്ച തെങ്ങില് സിരാവിന്യാസം സമാന്തരമാണ്. ഇനി മാവിന്റെ കേസ്, മാവേല ഒന്ന് സങ്കല്പിച്ചേ. മാവിന്റെ ഒരു തൈ പറിച്ചു നോക്കിക്കേ നിങ്ങള്. അപ്പൊ മെയിൻ വേര്, അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വേര്, അതായത് തായ്വേര് പടലം. ഇനി അതിന്റെ ഇലയോ, ഇല പറിച്ചു നോക്കുമ്പോൾ ഞരമ്പുകൾ ക്രോസ് 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 ആയിട്ട് ജാലികയാണ്. മാവില്, അതായത് തായ്വേര് പടലം കാണിക്കുന്ന മാവില് സിരാവിന്യാസം ജാലികയാണ്. ഇനി വിത്ത് മുളയ്ക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ്. അപ്പൊ ആദ്യം നോക്കിയേ, ആദ്യം വന്നേക്കുന്ന എന്താ?
താഴോട്ടുള്ള വേരാണ്. അത് കഴിഞ്ഞിട്ടാണ് മേളിലേക്ക് വന്നേക്കുന്നത്. പയർ വിത്ത് മുളയ്ക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ താഴോട്ടുള്ള വേരിന്റെയാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മേളിലേക്ക് പൊട്ടിയേക്കുന്നത്. അതായത് ബീജമൂലം വേര് ആദ്യം വരുന്നു, അതിനുശേഷമാണ് മേളിലേക്കുള്ള ബീജശീർഷം വന്നേക്കുന്നത്. ആദ്യം പുറത്തു വന്ന ഭാഗമല്ലേ വളർന്ന് വേരായി മാറിയത്. വിത്തിൽ ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തെ ബീജമൂലം എന്ന് പറയുന്നു. അതായത് താഴോട്ടുള്ള വേര് ഉറച്ചു കഴിഞ്ഞല്ലേടാ ഒന്ന് നേരെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം വേര് വരും, അത് കഴിഞ്ഞിട്ടേ മേളിലേക്ക് വരുള്ളൂ എന്ന് ഓർക്കാം. അപ്പൊ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം. ബീജമൂലത്തിന് ശേഷം മുളച്ചു വന്ന ഭാഗമാണ്, ചെടിയുടെ ഭാഗമാണ് കാണ്ഡമായിട്ട് മാറുന്നത്. അതിന്റെ പേരെന്താണ്? ബീജശീർഷം. ഈ ബീജശീർഷം മേളിലേക്ക് കാണ്ഡമായിട്ട് വളരും. ഇനി ഈ ബീജശീർഷത്തിന്റെ അവിടുന്ന് ഈ പരിപ്പ് പോലെ കാണുന്ന ഭാഗം കണ്ടോ, അതിന് പറയുന്നതാണ് ബീജപത്രം. അതായത് മുളയ്ക്കുന്ന പയർ വിത്തിന്റെ ബീജശീർഷത്തിലെ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഈ ഭാഗത്തിന്റെ പേരാണ്, ഈ ഭാഗത്തിന്റെ പേരാണ് ബീജപത്രം. ബീജപത്രത്തിന് ഒരു ധർമ്മമുണ്ട്. എന്താന്നോ? ബീജപത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ചെടി വളരുന്നതനുസരിച്ച് നമ്മുടെ ബീജപത്രം എന്ത് ചെയ്യും? ബീജപത്രത്തിൽ നിന്ന് പോഷണം പോയിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പൊ അവൻ നോർമലി എന്ത് ചെയ്യും? ചുരുങ്ങി വലിപ്പം കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നതാണ് ഇതിന് കാരണം. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. ഇവിടെ ബീജപത്ര സസ്യങ്ങളുടെ പടം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് പയറാണ്. പയറിൽ നമുക്ക് 2 ബീജപത്രം കാണാം. പിന്നെ നെല്ലാണ്. നെല്ലിൽ എത്ര എണ്ണം കാണാം? ഒരെണ്ണേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവില്ലേ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പയർമണിയിലേത് 2 ബീജപത്രമാണ്. നെന്മണിയിലോ 1 ബീജപത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങളെന്നും 2 ബീജപത്രം ഉള്ള സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങളെന്നും വിളിക്കാറുണ്ട്. ഈ ഏകബീജപത്രവും ദ്വിബീജപത്രവും സസ്യങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഇത് ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു നോക്കി, അല്ലെങ്കിൽ മാറിപ്പോകും. അതായത് ഏകബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ പുറം ഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ താരതമ്യേന കടുപ്പം കൂടുതലാണ്. നെല്ല് നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. നെല്ലിന്റെ ഉള്ളിലെ ഭാഗം വളരെ ഒരു കുഴല് പോലെ സോഫ്റ്റ് ആണ്, അതിലൊന്നുമില്ല. ഉള്ളിലെ ഭാഗം സോഫ്റ്റും പുറം ഭാഗം എങ്ങനാ? ഉള്ളിലെ അപേക്ഷിച്ച് ഹാർഡല്ലേ. നെല്ല് സങ്കല്പിച്ചേ. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? ഏകബീജ പത്രസസ്യത്തില് കാണ്ഡത്തിന്റെ പുറം ഭാഗത്തിന് ഉൾഭാഗത്തെ അപേക്ഷിച്ച് കടുപ്പം കൂടുതലാണ്. അപ്പൊ ഉൾഭാഗത്തിന് കടുപ്പം കുറവും പുറം ഭാഗത്തിന് കടുപ്പം കൂടുതലുമാണ്. ഏതില്? ഏകബീജ പത്രത്തിന്. ഇനി ദ്വിബീജത്തിൽ എങ്ങനെയാണ്? ദ്വിബീജം എന്ന് പറയുമ്പോൾ പയറ് ചെടി ആലോചിച്ചാൽ മതി. പയറ് ചെടിയുടെ കാണ്ഡത്തിന്റെ ഉൾഭാഗം എങ്ങനെയാ? സങ്കല്പിച്ചേ. കട്ടിയാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ. പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്തത് ഇനി കൃഷിയിൽ നിന്നൊക്കെ മാറി നമ്മള് നക്ഷത്രങ്ങളിലേക്ക് പോവാണ്. ജ്വലിക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഡാഷ് എന്ന് പറയുന്നത്. എന്താണ്? നക്ഷത്രങ്ങൾ. അപ്പൊ സൂര്യനും ഒരു നക്ഷത്രമാണ്. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ നമ്മൾ എന്ത് പറയും? ഗ്രഹങ്ങൾ എന്ന് പറയും. ഭൂമി ഒരു ഗ്രഹമാണ്. ഇനി ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയും. ഇത് ഗ്രഹമാണെങ്കിൽ ഇവനെ വലം വയ്ക്കുന്ന ഇവൻ ഉപഗ്രഹമാണ്. ഭൂമിയുടെ ഉപഗ്രഹം ആരാ? ചന്ദ്രനാണ്. പരിക്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നു. അതിനെയാണ് പരിക്രമണം എന്ന് പറയും. സ്വയം കറങ്ങുന്നതിനെ ഭ്രമണമെന്നും സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ പരിക്രമണം എന്നുമാണ് പറയുന്നത്. ഇത് അമാവാസിയാണ്. ഈ ചിത്രത്തിൽ ഒന്ന് നോക്കിയേ. ആദ്യം സൂര്യൻ കഴിഞ്ഞ് ചന്ദ്രൻ, പിന്നീട് ഭൂമി വന്നേക്കുന്നു. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം പതിക്കാത്ത ബാക്ക് സൈഡ് അല്ലേ കാണുന്നേ? അപ്പോൾ അവിടെ പ്രകാശം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ? അപ്പോ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ എന്ത് പറയാം? അമാവാസി എന്ന് പറയാം. വെട്ടമില്ലല്ലോ, ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അമാവാസിയാണ്. ഇനി ചന്ദ്രൻ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്താണ്? അത് പൗർണമിയാണ്. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന, അപ്പൊ അവിടെ എങ്ങനെ വന്നേക്കുന്നത്? സൂര്യൻ വന്നു, ഭൂമി വന്നു, പിന്നെ ചന്ദ്രൻ വന്നേക്കാണ്. അപ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ പ്രകാശമുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ പൗർണമി അഥവാ വെളുത്ത വാവെന്ന് പറയുന്നത്. ഇപ്പോ SME എന്നുള്ള ഓർഡർ ആണെങ്കിൽ അമാവാസിയാണ്.
സെം ആണെങ്കിലോ പൗർണമി സെം ആണ്. ഈ കാര്യങ്ങളാണ് 4ാം ക്ലാസ്സിലെ SCERT-യിൽ അവരുടെ സയൻസിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്ക് വാങ്ങാത്തവർ വേഗം വാങ്ങിക്കുക. അപ്പോൾ ഈ ബുക്കിന്റെ ക്ലാസ്സും ഇതിന്റെ അപ്ഡേറ്റഡ് വേർഷനൊക്കെ നമ്മുടെ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് നമ്മുടെ ആപ്പിൽ ഒരു 22 രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ 1 വർഷം വാലിഡിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിന്റെ കൂടെ SCERT ക്ലാസ്സും കൂടെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങാത്തവർ വേഗം വാങ്ങുക. ഇത് LP UPക്കും KTET-നും CPO ഡിഗ്രി ലെവൽ തുടങ്ങിയ PSCയുടെ എല്ലാ പരീക്ഷകൾക്കും ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.